ഈ എപ്പിസോഡിൽ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. സ്നാനത്തെക്കുറിച്ച് 3 എപ്പിസോഡുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 1. മൂലഭാഷയുടെ പരിഭാഷ. 2. ശിശുസ്നാനം എങ്ങനെ വന്നു എന്നു മുതൽ. 3. മുഴുകൽ സ്നാനം ബൈബിളിൽ. ആദ്യ എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ്. ക്രൈസ്തവ സഭകൾ പൊതുവെ 2 സ്നാന രീതികളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 1. ശിശുസ്നാനം, 2. മുഴുകൽ സ്നാനം. എപ്പിസ്കോപ്പൽ സഭകൾ ശിശുസ്നാനത്തെയും പെന്തക്കോസ്ത് ബ്രദറൻ ബാപ്റ്റിസ്റ്റ് സെവൻത് ഡേ സഭകൾ മുഴുകൽ സ്നാനവുമാണ് സ്വീകരിച്ചു വരുന്നത്. പെന്തക്കോസ്ത് സഭകൾ മുഴുകൽ സ്നാനം നടത്തുവാൻ എന്താണ് കാരണം? നമുക്ക് പരിശോധിക്കാം. ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ടോ? ബൈബിളിൽ മുഴുകൽ സ്നാനമാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാ ക്രൈസ്തവരും അങ്ങനെ ചെയ്യുന്നില്ല? അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്നു മുതലാണ് ആ സഭകൾ ശിശുസ്നാനം നടത്തി തുടങ്ങിയത്? യഥാർത്ഥത്തിൽ മുഴുകൽ സ്നാനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് പ്രശസ്തമായ 1879 ആദ്യമായി പ്രസിദ്ധീകരിച്ച എബ്രായ ഗ്രീക്ക് റഫറൻസുകൾ അടങ്ങിയ യങ്ങിൻ്റെ കൺകോർഡൻസ് ബൈബിൾ, ആ ബൈബിളിൽ ബാപ്റ്റിസ്റ്റ എന്ന ഗ്രീക്ക് പദം 22 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. ബാപ്റ്റിസ്റ്റ് എന്ന പദം സ്നാനം നടത്തുന്നയാൾ എന്ന അർത്ഥത്തിൽ 14 പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ട്. മൂലഭാഷയിൽ സ്നാനത്തെ കുറിക്കുന്ന ബാപ്റ്റിസ്മോസ് എന്ന പദത്തിൻ്റെ അർത്ഥം സ്നാനം എന്ന് 1 പ്രാവശ്യവും കഴുകലെന്ന് 3 പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ട്. ബാപ്തിസോ എന്ന പദം സ്നാനപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ 4 പ്രാവശ്യവും, സ്നാപകൻ എന്ന് 1 പ്രാവശ്യവും, സ്നാനപ്പെടുക എന്ന് 2 പ്രാവശ്യവും പ്രയോഗിച്ചിട്ടുണ്ട്. കഴുകലെന്ന് 2 പ്രാവശ്യവും ഇതേ വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ബാപ്റ്റേ എന്ന പദത്തെ മുക്കുക എന്ന അർത്ഥത്തിൽ 3 പ്രാവശ്യവും പ്രയോഗിച്ചിരിക്കുന്നു. മത്തായി 28 അധ്യായം 19 വാക്യം, മർക്കോസ് 16 അധ്യായം 16 വാക്യം, ഈ 2 ബാപ്റ്റിസ്റ്റോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പദത്തിൻ്റെ അർത്ഥം മുക്കുക, അടിയിൽ മുക്കുക, നിറം പിടിപ്പിക്കുക, വലിച്ചെടുക്കുക തുടങ്ങിയവയാണ്. അതിനാൽ തന്നെ സ്നാനത്തിൻ്റെ വിധം മുഴുകലാണെന്ന് മനസ്സിലാക്കാം. ഇനി ശിശുസ്നാനമാണ് ബൈബിളിൽ പറഞ്ഞിരുന്നതെങ്കിൽ തളിക്കുക എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദം റാൻറ്റിസോ എന്നാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത്. ബാപ്റ്റോ എന്നുപയോഗിക്കാതെ റാൻറ്റിസോ എന്നോ റൈനോ എന്നോ ഉപയോഗിക്കാമായിരുന്നു. യേശുക്രിസ്തു കോരി ഒഴിക്കുക എന്ന അർത്ഥമാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ മൂലഭാഷയിൽ കിയോ എന്ന് വന്നേനെ. റൈനോ, റാൻറ്റിസോ എന്നീ പദങ്ങൾക്ക് തളിക്കുക എന്നും കിയോ എന്ന പദത്തിന് കോരി ഒഴിക്കുക എന്നുമാണ് അർത്ഥം. ഒരിക്കലും മുക്കുക എന്ന അർത്ഥത്തിൽ ഈ വാക്കുകളെ പരിഭാഷപ്പെടുത്താൻ പറ്റില്ല. മുൻപറഞ്ഞ കാരണങ്ങളാൽ തന്നെ മുഴുകൽ സ്നാനമാണ് വേദപുസ്തകാടിസ്ഥാനത്തിൽ ശരി എന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഇത്രയധികം വചനത്തിൽ തെളിവുകൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് ശിശുസ്നാനം ക്രൈസ്തവ ലോകത്ത് രംഗപ്രവേശനം ചെയ്തത്? അത് എന്നു മുതലാണ്? അടുത്ത എപ്പിസോഡിൽ ഈ വിഷയം പ്രതിപാദിക്കാം. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.